കേരളത്തിന്റെ വികസന സ്വപ്നമായി അവതരിപ്പിക്കപ്പെട്ട കേരയിൽ പദ്ധതി ഇന്ന് വലിയൊരു രാഷ്ട്രീയ സാമൂഹിക ചർച്ചയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. സർക്കാർ ഇത് കേരളത്തിന്റെ ഭാവി മാറ്റിമറിക്കുന്ന പദ്ധതിയായിട്ടായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾ അതിനെ കണ്ടത് അവരുടെ ജീവിതത്തെയും ഭൂമിയെയും പരിസ്ഥിതിയെയും ബാധിക്കുന്ന ഒരു ജനവിരുദ്ധ പദ്ധതിയായിട്ടായിരുന്നു. കേരളത്തിന്റെ പ്രതീകമായി മാറിയ മഞ്ഞക്കുറ്റികൾ നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ പിഴുതെറിയപ്പെട്ടപ്പോൾ അത് ഒരു പദ്ധതിക്കെതിരായ പ്രതിഷേധം മാത്രമായിരുന്നില്ല, ഭരണകൂടത്തിന്റെ ധാർഷ്ട്യത്തിനെതിരായ ജനങ്ങളുടെ പ്രതികരണമായിരുന്നു. 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ കേരയിൽ വലിയ ചർച്ചയായി. കേരളത്തെ വികസനത്തിന്റെ പുതിയ യുഗത്തിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് കേരയിൽ എന്ന് CPM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും ശക്തമായി പ്രചരിപ്പിച്ചു. എന്നാൽ ജനങ്ങൾ ആ വാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ PT തോമസിന്റെ മരണത്തെ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഉമാ തോമസിന് ലഭിച്ച ഭൂരിപക്ഷം അതിന്റെ വ്യക്തമായ സൂചനയായി മാറി. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിലും അതേ ജനവിധി തന്നെ ആവർത്തിക്കപ്പെട്ടു. ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കുന്നതിന് പകരം സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു. പ്രതിഷേധിച്ചവർക്കെതിരെ കേസുകളും നടപടികളും തുടർന്നു. കാർഷിക നിയമങ്ങൾക്കെതിരായ സമരത്തിൽ കേന്ദ്ര സർക്കാർ ഒടുവിൽ പിന്മാറിയപ്പോൾ കേരളത്തിൽ കേരയിലിന്റെ കാര്യത്തിൽ സർക്കാർ അതേ വിനയം കാണിച്ചില്ല. കേരയിൽ എന്തായിരുന്നു? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 4 മണിക്കൂറിൽ എത്തിക്കുന്ന അർദ്ധ അതിവേഗ റെയിൽപാത, ഏകദേശം 64,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിച്ച പദ്ധതി. എന്നാൽ പദ്ധതി പൂർത്തിയാകുമ്പോഴേക്കും ചിലവ് 2 ലക്ഷം കോടി രൂപ വരെ ഉയരുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു. ഇതിനിടെ നിരവധി വിദഗ്ധർ ബദൽ മാർഗങ്ങൾ മുന്നോട്ട് വെച്ചു. നിലവിലുള്ള റെയിൽപാത നവീകരിക്കുക, വളവുകൾ ശരിയാക്കുക, സിഗ്നൽ സംവിധാനം മെച്ചപ്പെടുത്തുക, 3-ാം പാളി നിർമ്മിക്കുക തുടങ്ങിയ നടപടികൾ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ കേരളത്തിന്റെ ഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നവർ ചൂണ്ടിക്കാട്ടി. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളുടെ വരവോടെ റെയിൽവേ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര വലിയ കടബാധ്യതയുള്ള സിൽവർ ലൈൻ പദ്ധതി? അതെ, ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് മറ്റൊരു ആശങ്കയായിരുന്നു. ജപ്പാനിലും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് വലിയ വായ്പകൾ എടുത്താണ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിച്ചത്. പലിശ കുറവാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഡോളറിൽ തിരിച്ചടയ്ക്കേണ്ട വായ്പയുടെ യഥാർത്ഥ ഭാരം ഭാവിയിൽ കേരളത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയും ഉയർന്നു. പക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കാൾ വലിയ ആശങ്ക പരിസ്ഥിതിയുടേതായിരുന്നു. കേരളയിൽ വൻതോതിൽ കല്ലും മണ്ണും ആവശ്യമായി വരും. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നുള്ള ഖനന പ്രവർത്തനങ്ങൾ പ്രകൃതിക്ക് വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പുകൾ ഉയർന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരന്തങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന കേരളത്തിൽ ഇത്തരമൊരു പദ്ധതി എത്രത്തോളം ഉത്തരവാദിത്തപരമാണെന്ന ചോദ്യവും ശക്തമായി. അതേസമയം വീടും ഭൂമിയും നഷ്ടമാകുമെന്ന ആശങ്ക സാധാരണക്കാരെ കൂടുതൽ ഭയപ്പെടുത്തി. കാരണം വീട് എന്നത് വെറുമൊരു കെട്ടിടമല്ല, ഓർമ്മകളും ബന്ധങ്ങളും ജീവിതവുമാണ്. ജനങ്ങൾ ചോദിച്ചത് വളരെ ലളിതമായ ചോദ്യമാണ്: വികസനം മനുഷ്യർക്ക് വേണ്ടിയാണോ അതോ മനുഷ്യരെ ബലിയാടാക്കാനോ? സർക്കാർ വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ വികാരങ്ങളെ അവഗണിച്ചുവെന്ന വിമർശനമാണ് ഏറ്റവും ശക്തമായി ഉയർന്നത്. ഈ സാഹചര്യത്തിലാണ് സൈലന്റ് വാലി സമരത്തിന്റെ ഓർമ്മകൾ വീണ്ടും ഉയർന്നു വന്നത്. ഒരിക്കൽ കേരളത്തിന്റെ പ്രകൃതിയെ സംരക്ഷിക്കാൻ ജനങ്ങളും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് നടത്തിയ ശക്തമായ സമരത്തിന്റെ ഫലമായിരുന്നു സൈലന്റ് വാലിയുടെ സംരക്ഷണം. അന്ന് ഭരണകൂടം ജനങ്ങളുടെ ശബ്ദം കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു വലിയ ചോദ്യമാണ് മുന്നിൽ വരുന്നത്: വികസനം എന്ന പേരിൽ പ്രകൃതിയെയും മനുഷ്യരെയും അവഗണിക്കാമോ? ഒരു ഭരണകൂടത്തിന്റെ യഥാർത്ഥ മഹത്വം വമ്പൻ പദ്ധതികളിലല്ല, ജനങ്ങളുടെ ജീവിതത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കാനുള്ള മനസ്സിലാണ്. അവസാനം കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠം ഇതാണ്: ജനങ്ങളുടെ മനസ്സിനെ മറികടന്ന് ഒരു പദ്ധതിയും മുന്നോട്ടു പോകില്ല. വികസനം ആവശ്യമുണ്ട്, പക്ഷെ മനുഷ്യരെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന വികസനമാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി.